സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്ന ഘട്ടമായപ്പോൾ അവർ സമരം ചെയ്തു എന്നുള്ളത് ഒരു കാര്യം. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, നമ്മുടെ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് 6 മാസം പിന്നിട്ട് 7ാമത്തെ മാസത്തിലേക്ക് ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. അഭിലാഷേ, അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയില്ല, ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നാണല്ലോ ധനകാര്യമന്ത്രി സംസാരിച്ചത്. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? കേന്ദ്രം എത്ര വരിഞ്ഞു മുറിക്കിയാലും കേരളത്തിലെ പിണറായി സർക്കാർ ഇവിടെ ശമ്പളം കൊടുക്കും, പെൻഷൻ കൊടുക്കും, അതിനുള്ള ആർജവം ഉണ്ടെന്നല്ലേ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നേ. ശവത്തിൽ കുത്തല്ലേ ചക്രവർത്തി. ഇപ്പൊ ശമ്പളം കിട്ടിയില്ലെന്നുള്ള വാർത്ത പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതൊക്കെ കിട്ടി ബോധിച്ചിട്ടുണ്ടാവും. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ അല്ലേ? ഈ സർക്കാർ ഉദ്യോഗസ്ഥരും സാധാരണപ്പെട്ട ആളുകളൊക്കെ കള്ളം പറയുന്നതാണ്. നാട്ടിലെ CPM-കാർ മാത്രമാണ് സത്യം പറയുന്നത്. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. ഇതാണ് സാലറി. അത് ട്രഷറിയിൽ വരും, പക്ഷെ ആർക്കും എടുക്കാൻ പറ്റില്ല. 50,000 നമ്മൾ ജോലി ചെയ്ത ശമ്പളം നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കും, പക്ഷെ 50,000 കൂടുതൽ എടുക്കാൻ പാടില്ല. നമ്മൾ പണിയെടുത്തതിന്റെ കൂലിയെ അത് എങ്ങനെ എടുക്കണമെന്ന്, എങ്ങനെ ചെലവഴിക്കണമെന്ന് സർക്കാർ തീരുമാനിക്കുന്നു. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ കേരളത്തിലെ ഏറ്റവും ജനാധിപത്യ ബോധമുള്ളത് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ കയറി മുള്ളുന്ന മരപ്പട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴും ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിട്ടും സർക്കാർ ഉദ്യോഗസ്ഥരിൽ ഒരു വലിയ വിഭാഗം ഈ സർക്കാരിനെ പിന്തുണച്ച് സംസാരിക്കുന്നില്ലേ? ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയിലും ദൂർത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ് ഇന്ന് പെരുവഴിയിൽ സമരം ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി. എന്താ ഉറക്കം വരുന്നു? ഈ പെൻഷൻ കിട്ടാത്ത, ക്ഷേമ പെൻഷൻ കിട്ടാത്ത ആളുകൾ 22ഓളം ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിരിക്കുന്നു. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. ഇവർ ക്ഷേമ പെൻഷന്റെ പേരിൽ തുടർ ഭരണം വേണം എന്ന് ആവശ്യപ്പെട്ട ആളുകളാ. ഉറപ്പാണ് LDF എന്ന് പറഞ്ഞ ആളുകളാ. ഉറപ്പാണ് വികസനം, ഉറപ്പാണ് LDF. ചെവിയും കണ്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാതൊരു ജില്ല. ക്ഷേമ പെൻഷൻ പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടമാണെന്ന് അവകാശപ്പെട്ട ആളുകളാ. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയി. ഞാൻ വിചാരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം മുടങ്ങുന്നതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിലെ സാധാരണ മനുഷ്യർ. ഈ ക്ഷേമ പെൻഷൻ കിട്ടിയാൽ മെഡിക്കൽ ഷോപ്പിലേക്കും പലചരക്ക് കടയിലേക്കും ഒക്കെ ഓടാൻ വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യർ, അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. അവരുടെ മരുന്ന് പോലും കിട്ടാതെ കരഞ്ഞുകൊണ്ട് ഈ സർക്കാരിന്റെ പടിവാതിൽക്കൽ നടക്കുന്നില്ലേ? അത് ശരിയാ. ഈ വക സർക്കാരിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞ അപ്പോഴാണ് മരപ്പട്ടി മുള്ളുന്നത് കൊണ്ട് ക്ലിഫ് ഹൗസിൽ മോടി പിടിപ്പിക്കണമെന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നത്. നാണമാവില്ലേ? നാണമാവില്ലേ ഇനിയും ഇത്തരം കാര്യങ്ങൾ ന്യായീകരിക്കാനായിട്ട്? നിനക്ക് നാണും മാനും ഒന്നുമില്ലടാ ബാല. മാനത്ത് നോക്കി നാണിച്ചു നിൽക്കുന്നതിലും എനിക്കിഷ്ടം 4 ചക്രം കയ്യിൽ വരുന്നതാ. കൊറോണയേക്കാൾ ഭീതിതമായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തോന്നുന്നത് കാരണഭൂതന്റെ ഭരണമാണ്. അത്രത്തോളം കെടുകാര്യസ്ഥയും ദൂർത്തും നടത്തിക്കൊണ്ടാണ് കേരളത്തെ ഇങ്ങനെ എത്തിച്ചത്. 100% ഞാൻ യോജിക്കുന്നു. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുന്ന ഉദ്യോഗസ്ഥരും ഇവരുടെ ന്യായീകരണ തൊഴിലാളികളും എല്ലാവരും ഒരു വർഗമാണ്. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ